അതിന്റെ കറക്റ്റ് ചോക്ക് എനിക്ക് കാണിച്ചു. വേറൊന്നല്ല, ഈ കൊച്ചു ഉൾപ്പെടെല്ലാണ്ട് നജാത്ത് ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടാന്റെ പെണ്ണുണ്ട് അവിടെ ബസ്സിലുണ്ട്. പക്ഷെ എടി അല്ലടി ഇത് ചാവും. ഞാൻ വേറൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ആ കൊച്ചു വരും 3 ഇതായിട്ട് എന്റെ അടുത്ത് അപ്പോഴും പറഞ്ഞത് ഞാൻ 9 ഏതിന് പറഞ്ഞതല്ല. എന്റെ അമ്മയുമായിട്ട് എന്നിട്ട് പറയാൻ പറഞ്ഞു എന്തുട്ടി അതാ എന്റെ ചിന്താപ്പാടാ. ഇത് നമുക്കെന്ത് കുളിക്കാൻ പറ്റും? ഇതെന്ത് പറ്റും? കൊച്ചിന്റെ അടുത്ത് എവിടെ എത്തിയോ സാറാ? വേണം ഞാൻ വീഡിയോ ഇന്ന് എറണാകുളത്ത് 2 പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. വലിയ വാർത്തയൊന്നുമല്ലായിരുന്നു അത്, ചെറിയൊരു പാരഗ്രാഫായിരുന്നു. ചെറിയൊരു ഖണ്ഡിക, ഒരു റീല് പോലെയായിരുന്നു കാണിച്ചു കൊടുത്തത്. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മറ്റൊരു കാണിച്ചു കഴിഞ്ഞാൽ വലിയ റേറ്റ് ഒന്നും കിട്ടില്ല. കാരണം അതിന് കമന്റുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരില്ല. നേരെ മറിച്ചിട്ട് ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്നവരെ തെറി പറയാ, പ്രതിപക്ഷത്തിരിക്കുന്നവർ വേറെ തെറി പറയാ. അങ്ങനെ രാഷ്ട്രീയക്കാർ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവർക്കൊക്കെ റൈറ്റിംഗ് കിട്ടുള്ളൂ. മാധ്യമധർമ്മം അവർക്ക് അതെന്തെങ്കിലും ആവട്ടെ. അവര് വല്ലവന്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചു പോട്ടെ. അവർക്കൊന്നും നമ്മൾക്ക് പണ്ടൊക്കെ പത്രങ്ങളിലോ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന ഒരു ബഹുമാനം. ഇപ്പൊ അങ്ങനത്തെ ഒരു ബഹുമാനമില്ല. ചാവാലി പട്ടികൾ എന്നൊക്കെ പറയുള്ളൂ കുട്ടികളൊക്കെ. കാരണം ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമൊന്നും അവരവർ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്ന് ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒന്നും കൂടിയായി ഒറ്റപ്പെട്ട സംഭവമാണ്. കണ്ട് ഒരു 10-12 കൊല്ലം മുപ്പാടൊക്കെ നമ്മുടെ നാട്ടില് ഈ കഞ്ചാവോ അല്ലെങ്കിൽ ഈ MDMA ഒക്കെ നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ ഈ പ്രായത്തിലുള്ളവർ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒരു 10-12 കൊല്ലം മുപ്പാടൊക്കെ ഈ MDMA എന്നൊക്കെ പറയുന്നത്, കഞ്ചാവ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന 100-ൽ ഒരാളൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് നമ്മുടെ നാട്ടിൽ അന്ന് ഒറ്റപ്പെട്ടത് ഇന്ന് വലിയൊരു സംഭവമായി. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ കൊച്ചിന്റെ കാര്യത്തിലും ഈ കൊച്ചുങ്ങളുടെ കാര്യത്തിലും തട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിലും ഇന്ന് ഒറ്റപ്പെട്ട സംഭവമാണ്. നാളെയും മറ്റന്നാൾ അതിന്റെ പിറ്റന്നാൾ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. പണ്ട് നമ്മുടെ നാട്ടിലുള്ളവരും പറയാം അതൊക്കെ UP-യിലല്ലേ, അങ്ങ് ഡൽഹിയിലല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അല്ലാതും ഇപ്പൊ UP-യിൽ മറ്റുള്ളവർ നടക്കണ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നു തുടങ്ങിയെന്ന് ചിന്തിക്ക്. സ്വന്തം മക്കളെ കുടുംബത്തിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. രാഷ്ട്രീയക്കാര് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നം താങ്കൾക്ക് നിർത്ത്. സ്വന്തം നാട്ടില് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നടക്ക്. രാഷ്ട്രീയക്കാർക്ക് തമ്മിലടിച്ചാൽ മതി. അവർ തമ്മിലടിച്ച് പിന്നെ ഇതുപോലെ അവരുടേതായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെന്ത് കാണിച്ചു കൂട്ടുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും കുറ്റം പറയണതല്ല, എന്നാലും ഉണ്ട് കുറേ എണ്ണം. നാടിന് വേണ്ടി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്ക്. നാളെ നിങ്ങളുടെ കുടുംബത്തെ മക്കളെ ആയിരിക്കും ചിലപ്പോൾ ഇതേപോലെ നായിൻ്റെ മക്കള് എടുത്തുകൊണ്ട് വിൽക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഉണരാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നിട്ട് കായലിലെ കടലിൽ പോയൊരു ചേട്ടന്റെ മോള് കിടന്ന് കോമരന്നുള്ളുണ്ടായില്ലേ, അത് അവളുടെ കുടുംബത്ത് പറ്റിയപ്പോൾ മാത്രമാണ്. മറ്റുള്ളവരുടെ കുടുംബത്ത് പറ്റുമ്പോഴൊന്നും അവൾക്ക് അവൾ വായ തുറന്നിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഓരോരുത്തരും. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തം കുടുംബത്ത് പറ്റുമ്പോഴാണെന്ന് നമുക്ക് വാ തുറക്കാം. ഈ പോലീസുകാരുടെ അടുത്ത് പറയാനുള്ളത്, ഈ പിങ്ക് പോലീസിനെ ഈ റൗണ്ട് അടിക്കാൻ വിടണ നേരം അവിടുത്തെ പോലീസുകാരെ ഒരു ജീപ്പ് കൊടുത്തിട്ട് അവരെടുത്ത് ഒന്ന് ഈ ലോക്കൽ ഏരിയയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഡെയിലി ഓരോ ദിവസവും ഈ പിങ്ക് പോലീസ് ഇറങ്ങണം. അതേപോലെ തന്നെ അവരുടെ അടുത്തൊന്ന് കറങ്ങാൻ പറഞ്ഞു നോക്കിയേ. ഈ പിങ്ക് പോലീസ് എന്തിനാ കറങ്ങണേന്ന് അവർക്കും അറിയില്ല, ഈ സാധനം കറങ്ങണത് എന്തിനാന്ന് ജനങ്ങൾക്കും അറിയില്ല. അതിന് പകരം 2 പോലീസുകാർ ഒരു ജീപ്പും വിട്ടിട്ട് ഒന്ന് ഡെയിലി ഒന്ന് കറക്കാൻ വിട്ടു നോക്കിയേ. കുറെ ഈ പിള്ളേരുകൾ റോഡിൽ തല്ലുകൂടൽ നിൽക്കും. ഈ കള്ള് കുടിച്ച് മറ്റുള്ള കാര്യങ്ങൾ കഞ്ചാവ് പഠിച്ചിട്ട് ബൈക്കും കൊണ്ട് ആ വഴി ഈ വഴിയും പോകലും നിൽക്കും. ഈ പിള്ളേരെ ഇങ്ങനത്തെ ചിന്താഗതി തന്നെ ഉണ്ടാവില്ല എന്ന് ഓരോരുത്തന്മാർക്ക്. പിള്ളേരെ തട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ പിള്ളേരെ കാറിലെ കയറ്റിയിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണ്ടേ, അവിടെ പോലീസുകാരുണ്ടെന്നുള്ള പേടിനി അത് നിൽക്കുന്നു. ആരോട് പറഞ്ഞാൽ ആരാണ് ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാർ? ഇപ്പൊ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഓഫീസ് ഡ്യൂട്ടി മാത്രം ചോദിക്കുന്നത്. സർക്കാർ ജോലിക്കാരെ പോലെ പോലീസുകാർ ഓഫീസ് ഡ്യൂട്ടിയാണെന്ന്. അവർക്ക് ഓഫീസ് ഡ്യൂട്ടി കൊടുത്താണ്. അവരും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓഫീസ് ഡ്യൂട്ടിയാണ്. കാരണം മറ്റൊക്കെ ആയിക്കോട്ടേക്കല്ല ക്യാമറ നോക്കി ഇപ്പൊ ഈ ക്ലാവിനെ തട്ടിക്കൊണ്ട് പോയെന്ന് വിചാരിക്കുക. ഈ പോലീസുകാർക്ക് കംപ്ലൈന്റ് കൊടുക്കുക. പോലീസുകാർ ആകാശം നോക്കിയിട്ട് ഈ ക്യാമറ നോക്കി ചെല്ലണം. അപ്പോൾ ഈ ക്ലാവ് എത്തനോടത്ത് എത്തിണ്ടാവും.
ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ചയ്ക്ക് വെക്കരുത്. ഇതിനെക്കുറിച്ച് മിണ്ടാനേ പാടില്ല. വല്ലവൻ്റെ ഭാര്യ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടിയാന് രാവും പകലില്ലാണ്ട് ചർച്ച ചെയ്താൽ മതി. പറഞ്ഞു എന്നുള്ളൂ. നാളെ നിങ്ങളുടെ കുടുംബത്തും ഏതെങ്കിലും ഒരു കിടാവിനെ കാണാണ്ടാവുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതും ഇത് തന്നെയായിരിക്കും. പെങ്കൊച്ചോളുള്ള മാതാപിതാക്കൾ സൂക്ഷിക്കുക. കഴുകൻ റാഞ്ചിനെ പോലെ റാഞ്ചി കൊണ്ട് പോകാൻ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ കുറേ എഴുന്നള്ളിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവം അല്ല, മനസ്സിലാക്കിക്കോ.